ഹലോ ഫ്രണ്ട്സ്, ഹോം പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 2000 സ്ക്വയർ ഫീറ്റിൽ വളരെ മനോഹരമായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു വീടിൻ്റെ ഹോം ടൂറാണ്. നല്ല സൗകര്യപ്രദമായിട്ടും നല്ല ഭംഗിയായിട്ടുമാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീട് ഇത്രയും മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ളത് ട്രയ ഡിസൈനിങ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫേമാണ് കേട്ടോ. അവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആഡ് ചെയ്യാം. ആവശ്യമുള്ളവർ അവരെ കോൺടാക്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ ഹോം ടൂറാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിശദമായ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ, അതല്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നല്ല വിശാലമായിട്ടുള്ള മുറ്റത്തോട് കൂടിയാണ് ഈ ഒരു വീട് ചെയ്തെടുത്തിട്ടുള്ളത്. എപ്പോഴും വീടിൻ്റെ എക്സ്റ്റീരിയറിൽ ഭംഗി കിട്ടുന്നത് ഇതുപോലെ വലിയ മുറ്റമൊക്കെ വരുമ്പോഴാണ്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് സൈഡ് ഈ ഒരു രീതിയിലാണ് വരുന്നത്. സിറ്റ് ഔട്ടിൻ്റെ വശത്തൊക്കെ ചെടികളൊക്കെ വെക്കാനൊക്കെ ഇൻബിൽട്ടായിട്ട് തന്നെ നല്ല ഭംഗിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുള്ള സ്പേസൊക്കെ കണ്ടിട്ടുണ്ട്. വീടിൻ്റെ എക്സ്റ്റീരിയർ നല്ല ഭംഗിയായി തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിന് കൊടുത്തിട്ടുള്ള പില്ലറുകളെല്ലാം ഒരു ഡാർക്ക് ഗ്രേ കളർ തീമിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഗ്രേ ഷെയ്ഡിൽ വീടിൻ്റെ പുറം ഭാഗവും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, വാളിൻ്റെ ഭാഗം. അതുപോലെ തന്നെ ഒരു ഗ്രൂ ഡിസൈനും കൂടെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, ഈ ഒരു സൈഡിലുള്ള വാൾ മൊത്തം ഇങ്ങനെ ഗ്രേ കളർ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ, ഗ്രേയുടെ ലൈറ്റ് ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. പില്ലറുകൾക്കൊക്കെ ഒരു ഡാർക്ക് ഷെയ്ഡുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കണ്ടില്ല, ഇങ്ങനെ ഗ്രൂ ഡിസൈൻ വരുന്നുണ്ട് ഫ്രണ്ട് സൈഡിലും ഈ ഒരു വാളിലും എല്ലാം തന്നെ. പിന്നെ ആ ഒരു മുകൾ ഭാഗത്ത് കുഞ്ഞു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ആ ഒരു ഓപ്പൺ ടെറസിൻ്റെ ഭാഗത്തോട്ടും ആ ഒരു റെയിലിംഗ് മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ വീടിൻ്റെ ഒരു എക്സ്റ്റീരിയർ വ്യൂ വരുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു വശത്ത് ഈ ഒരു കോർണറിലായിട്ട് ചെറിയൊരു ഗാർഡൻ സെറ്റപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെടികളൊക്കെ വെച്ചിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെ ഇൻബിൽട്ടായിട്ട് ചെടികൾ വെക്കാനുള്ള ഒരു സ്പേസ് കണ്ടിട്ടുണ്ട് ആ ഒരു സിറ്റ് ഔട്ടിൻ്റെ ആ ഒരു വശത്തായിട്ട്. അവിടെ ഇങ്ങനെ പോട്ടുകളിലും ചെടികൾ വെച്ചിട്ടുണ്ട്. അതല്ലാതെ അങ്ങനെ ആ ഒരു നിലത്തും ഡയറക്റ്റ് ചെടികൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ഭംഗിയിൽ സ്പോട്ട് ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹാങ്ങിങ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടാണെങ്കിൽ നല്ല നീളത്തിൽ വരുന്നൊരു സിറ്റ് ഔട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് സിറ്റ് ഔട്ടിൻ്റെ എൻട്രൻസ് വരുന്നത്. നല്ല നീളത്തിലുള്ള സ്റ്റെപ്പുകളോട് കൂടിയാണ് അത് ചെയ്തെടുത്തിട്ടുള്ളത്. സ്റ്റെപ്പുകളിലെല്ലാം ഗ്രാനൈറ്റ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ടൈലാണ്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഇതുപോലെ നല്ല സിമ്പിൾ ഡിസൈനിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഡോറാണ് കൊടുത്തിട്ടുള്ളത്. വുഡിൽ ചെയ്തിട്ടുള്ള ഡോറാണ് കേട്ടോ. പിന്നെ നല്ല വെറൈറ്റി 2 ചെയറുകളും ഈ ഒരു സിറ്റ് ഔട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് വലിയൊരു വിൻഡോയും വരുന്നുണ്ട് കേട്ടോ. നല്ല നീളത്തിലും നല്ല സ്പേഷ്യസ് ആയിട്ടും എൽ ഷേപ്പിലാണ് ഈ ഒരു സിറ്റ് ഔട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ലൈറ്റ് കളർ ഫ്ലോറിങ് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഈ ഒരു എൽ ഷേപ്പിൽ തന്നെ ഇവിടെ ഇങ്ങനെ ഇരിപ്പിടം കൊടുത്തിട്ടുണ്ട്. അവിടെ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നല്ല ഭംഗിയിൽ ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ അകത്ത് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വെൽക്കം ഡോർ ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു വീടിൻ്റെ ലിവിങ് ഏരിയയുടെ ഭാഗത്തോട്ടാണ് കേട്ടോ. നല്ല ഭംഗിയായി തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു ലിവിങ് ഏരിയ ആണ് വീടിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് സോഫയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിൽ ഇങ്ങനെ ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുള്ള ഒരു പാർട്ടീഷനും കൂടെ വരുന്നുണ്ട് ഈ ഒരു ലിവിങ് ഏരിയക്ക്. ഈ ഒരു പാർട്ടീഷൻ്റെ അപ്പുറത്താണ് ഡൈനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു പാർട്ടീഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിലാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ജാളി ഡിസൈനും കൂടെ വരുന്നുണ്ട്.
പിന്നെ അതാ ടീപ്പോയി ഈ ഒരു ഗ്ലാസ് ആൻഡ് വുഡ് ഡിസൈനിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സിമ്പിൾ ഡിസൈനിൽ നല്ല ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട്. സോഫയുടെ കളറ് ഒരു പേസ്റ്റൽ കളർ തീമിലാണ് കൊടുത്തിട്ടുള്ളത്. റെക്സിനിൽ വരുന്ന സോഫയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ദാ മുകളിൽ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റിൽ കൊടുത്തിട്ട് ആ ഭാഗത്ത് വിൻഡോസൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിൽ അങ്ങനെ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഇവിടോട്ട് നന്നായിട്ട് വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ട്ടോ ഉള്ളത്. നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഡിസൈൻ കാണാനായിട്ട്. ഈ ഒരു ലിവിങ് ഏരിയയുടെ സൈസ് വരുന്നത് 450 330 ആണ് ട്ടോ സൈസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ജാളി ഡിസൈനും കൂടെ വരുന്ന രീതിയിലാണ് ഒരു പാർട്ടീഷൻ ചെയ്തെടുത്തിട്ടുള്ളത്. ലിവിങ് ഏരിയയുടെ ഈ ഒരു വാൾ ഇതാ ഇതുപോലെ ഗ്രേ കളറിൽ ടെക്സ്ചർ ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ വർക്കും കൂടെ അതിൻ്റെ ഇടയിലൂടെ വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ആ ഒരു ഡിസൈൻ കാണാനായിട്ട്. പിന്നെ അവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു പർഗോള ഡിസൈൻ കൊടുത്തിട്ട് അവിടെ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതാണ് ഇവിടെ നിന്നും ഡൈനിങ് ഏരിയയുടെ ഭാഗത്തോട്ട് വരുന്ന എൻട്രൻസ്. ഈ ഒരു പാർട്ടീഷൻ്റെ അപ്പുറത്തായിട്ടാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. വാഷ് ബേസിൻ യൂണിറ്റും ഡൈനിങ് ടേബിളും എല്ലാം ഈ ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ അകത്ത് ഫ്ലോറിലെല്ലാം തന്നെ ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ പല ഭാഗത്തും ഇങ്ങനെ ഇൻഡോർ പ്ലാന്റ്സും കൂടെ കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ വുഡ് ആൻഡ് ഗ്ലാസ് ഡിസൈനിൽ ചെയ്തെടുത്തിട്ടുള്ള ടേബിളാണ് വരുന്നത്. അതിൻ്റെ കളർ തീം ഒരു ബ്ലൂ കളറാണ് കേട്ടോ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ബേസിൻ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു വൈറ്റ് ആൻഡ് വുഡൻ കളർ ഷെയ്ഡിലാണ് ഈ ഒരു ഭാഗം ഒരു വാഷ് ബേസിൻ്റെ ഭാഗം ചെയ്തെടുത്തിട്ടുള്ളത്. വാഷ് ബേസിനാണെങ്കിൽ നല്ല സ്ക്വയർ ടൈപ്പിൽ വരുന്ന ഒരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നല്ലൊരു മിറർ യൂണിറ്റും കൂടെ ഇവിടെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്ത് സ്റ്റോറേജൊക്കെ വരുന്ന രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ദാ നല്ലൊരു ബ്ലൂ കളർ തീമിൽ ഈ ഒരു ടേബിൾ നമ്മൾ സാധാരണ കാണുന്ന കളറുകളിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളർ തീമാണല്ലേ ഇത്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഡിജിറ്റൽ പ്രിൻ്റ് വരുന്ന ആ ഒരു ഗ്ലാസ്സൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ദാ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗ്രേ കളറിൽ ടെക്സ്ചർ ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിൽ സീലിംഗ് ഒക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റുകളും ആ ഒരു സ്ട്രിപ്പ് ലൈറ്റൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തുള്ള ഡോറ് കിച്ചൻ്റെ ഡോറാണ് കേട്ടോ. ഇനിയിപ്പോൾ ദാ ഈ ഒരു ഡൈനിങ് ഏരിയയുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ഇങ്ങനെ ഒരു എൻട്രൻസ് കാണാൻ കഴിയും. ഇവിടെ നിന്നാണ് സ്റ്റെയർ കേസൊക്കെ കൊടുത്തിട്ടുള്ളത്. അവിടെ ഒരു ചെറിയൊരു ഫാമിലി ലിവിങ്ങും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു സ്റ്റെയർ വരുന്ന ഭാഗത്ത് ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന നല്ലൊരു സോഫ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ദാ ഈ ഭാഗത്തോട്ടായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെയർ കേസിൻ്റെ ഡിസൈൻ ആണെങ്കിലും നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ഒരു സ്റ്റെയർ ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല ഈ ഒരു ഭാഗത്തൊരു ഹൈലൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു സ്റ്റെയർ കേസ് കാണാൻ കഴിയും. ഇൻഡസ്ട്രിയൽ വർക്കിലാണ് അതിൻ്റെ ആ ഒരു റെയിലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടെയും ഫ്ലോറിലൊക്കെ ടൈൽ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അവിടെ സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മുകളിൽ. ഇങ്ങനെ നല്ല വീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിൽ ഗ്രാനൈറ്റാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇരിക്കാനും കിടക്കാനൊക്കെ പറ്റുന്ന ഒരു രീതിയിലാണ് ഉള്ളത്. അപ്പുറത്ത് ഗ്ലാസ് ഉണ്ട് കേട്ടോ, പ്ലെയിൻ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ആ ഒരു വിൻഡോയുടെ. അപ്പോൾ മൊത്തത്തിൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇങ്ങനെ നമുക്കിങ്ങനെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ആ ഒരു സ്റ്റെയറും ആ ഒരു വിൻഡോയും ഒക്കെ കൂടെ വരുന്ന ഒരു രീതിയിൽ മുകളിലാണെങ്കിൽ ആ ഒരു ലാൻഡിങ്ങിൻ്റെ ഒക്കെ ഭാഗം ഡബിൾ ഹൈറ്റിലാണ് ആ ഒരു പോർഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതാ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് മറ്റു ഭാഗങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു ഏരിയയുടെ സൈസ് വരുന്നത് 330 330 കേട്ടോ. ഇനിയിപ്പോൾ 2 ബെഡ്റൂമുകളാണ് കേട്ടോ ഈ ഒരു വീടിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് 2 ബെഡ്റൂമുകളാണ്. അപ്പോൾ ഈ കാണുന്ന ഡോറുണ്ടല്ലോ, ഈ ഭാഗത്ത് നിന്നാണ് ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 330 390 കേട്ടോ. ഫ്ലോറിൽ ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്.
ഈ ഒരു ബെഡ്റൂമെല്ലാം ഒരു ലൈറ്റ് കളർ തീമിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട് കാണുമ്പോൾ തന്നെ. അതുപോലെ ഈ ഒരു വിൻഡോകൾക്ക് കൊടുത്തിട്ടുള്ള ബ്ലൈൻഡ്സ് ഉണ്ടല്ലോ, അതും നല്ല ലൈറ്റ് കളർ തീമിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഈ ഒരു ഭാഗത്തായിട്ട് കട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു മിറർ യൂണിറ്റും ഒരു ഡ്രസ്സിങ് ഏരിയ ആയിട്ട് ആ ഒരു കോർണറിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു ചുമരിൽ രണ്ട് ഭാഗത്തും ഇങ്ങനെ വിൻഡോസ് കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ ബ്ലൈൻഡ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബെഡ്റൂമിൻ്റെ വാർഡ്രോബ് സെറ്റിങ്സ് ചെയ്തിട്ടുള്ളത് ഇതാ ഈ ഒരു ഭാഗത്തോട്ടായിട്ടാണ്. ഒരു ഗ്രേ ഷെയ്ഡിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ബോർഡറൊക്കെ ഒരു വുഡൻ ഷെയ്ഡിലുമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ചുമരിലൊക്കെ നല്ല പെയിൻറ്റിങ്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടെ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തെടുത്തിട്ടുള്ളത്. ഇതാ ഈ ഒരു ഭാഗത്താണ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ബാത്റൂമും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. വാഷ് ബേസിൻ യൂണിറ്റൊക്കെ കൊടുത്ത് നല്ലൊരു മിററൊക്കെ കൊടുത്തിട്ട് നല്ല സൗകര്യപ്രദമായി തന്നെയാണ് കേട്ടോ ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗ്രേയുടെ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് വേർഷനാണ് ബാത്റൂമിൽ ചെയ്തിട്ടുള്ളത്. ചുമരിലൊക്കെ ഗ്ലോസി ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഇനിയിപ്പോൾ ഇവിടുത്തെ നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ഡൈനിങ് ഏരിയയുടെ ഭാഗത്ത് നിന്നാണ് കേട്ടോ. ഒരു കാണുന്ന ഡോറാണ് നെക്സ്റ്റ് ബെഡ്റൂം. ഇതൊരു കിഡ്സ് ബെഡ്റൂമായിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ ആണെങ്കിലും സൈസ് വരുന്നത് സെയിം തന്നെയാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ബെഡ്റൂമിൻ്റെ സൈസ് തന്നെയാണ് 330 390 ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ രണ്ട് കട്ടിലായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഭാഗം വാളിങ്ങനെ ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ആഷ് കളർ തീമിൽ. അവിടെയും രണ്ട് വിൻഡോസ് ആ ഒരു വാളിൽ വരുന്നുണ്ട് രണ്ട് സൈഡിലായിട്ട്. കർട്ടനെല്ലാം ലൈറ്റ് കളർ തീമിൽ ബ്ലൈൻഡ്സ് കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള പെയിൻറ്റിങ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൻ്റെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വശത്തായിട്ടാണ്. ആ ഒരു വുഡ് ആൻഡ് ഗ്രേ ഷെയ്ഡ് തന്നെയാണ് ഈ ഒരു വാർഡ്രോബിൻ്റെയും കളർ തീം വരുന്നത്. ഇതെല്ലാം ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിലാണ് കേട്ടോ ഈ ഒരു വാർഡ്രോബ് സെറ്റിങ്സ് എല്ലാം ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് ഇതാ ഈ ഒരു സൈഡിലാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ബാത്റൂമും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. ഇപ്പോൾ താഴത്തെ രണ്ട് ബെഡ്റൂമുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇവിടുത്തെ ഒരു ലാൻഡിങ് ഇതാ ഇതുപോലെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ട് രണ്ട് സൈഡിലും രണ്ട് വെറൈറ്റി വിൻഡോസൊക്കെ വരുന്നുണ്ട്. ആ ഒരു വിൻഡോക്കെല്ലാം ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുറത്ത് പ്ലെയിൻ ഗ്ലാസ് വരുന്നുണ്ട്. ഈ ഒരു സ്റ്റെയർ കയറി നമ്മൾ നേരെ വരുന്നത് ഒരു ഹാളിൻ്റെ പോർഷനിലോട്ടാണ് കേട്ടോ. ഇവിടെയും ടൈൽ തന്നെയാണ് കേട്ടോ ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ദാ ഈ ഒരു ഭാഗം ഹാളിൻ്റെ ഈ ഒരു എൻഡ് വരുന്നത് ഈ ഒരു രീതിയിലാണ്. ഒരു ഭാഗം നമ്മൾ ലിവിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് കാണുന്ന ഒരു ഡബിൾ ഹൈറ്റിൽ വരുന്ന ഏരിയയും മറ്റൊരു ഭാഗം സ്റ്റെയർ കയറി വരുന്ന ആ ഭാഗത്തുള്ള ഡബിൾ ഹൈറ്റിൽ വരുന്ന ഏരിയയുമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഭാഗം മൊത്തത്തിൽ ഇങ്ങനെ കാണാനായിട്ട്. രണ്ട് സൈഡിലും നല്ല ഭംഗിയിൽ ഹാങ്ങിങ് ലൈറ്റും പിന്നെ ആ ഒരു വെറൈറ്റി വിൻഡോ ഒക്കെ ആ ഒരു ഭാഗത്ത് കൊടുത്തത് കൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതാണ് ലിവിങ്ങിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു ഡബിൾ ഹൈറ്റിൽ വരുന്ന ഏരിയ വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ഈ ഒരു രീതിയിലാണ് കേട്ടോ. ഒരു സോഫയൊക്കെ വരുന്ന ഭാഗമാണ് വരുന്നത്. ഇനിയിപ്പോൾ സ്റ്റെയർ വരുന്ന ഒരു ഭാഗത്തും ഇതുപോലെ തന്നെയാണ് വരുന്നത്. ഇവിടെ ഒരു വിൻഡോയുടെ ഡിസൈനൊക്കെ കണ്ടില്ലേ, പ്ലെയിൻ ഗ്ലാസ് ആണ് കേട്ടോ അപ്പുറത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും നല്ല ഭംഗിയിൽ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ താഴത്തോട്ട് നോക്കുമ്പോൾ മൊത്തത്തിൽ ആ ഒരു സ്റ്റെയറും അതുപോലെ ആ ഒരു ഫാമിലി ലിവിങ്ങൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടോട്ട് ഈ ഒരു രീതിയിലാണ് വ്യൂ വരുന്നത്. നല്ല ഭംഗിയുണ്ട്. ഈ ഒരു രണ്ട് ഏരിയ കാണാനായിട്ടും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രിയൽ വർക്കിലാണ് ഈ ഒരു റെയിലിംഗ് എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിന് ബ്ലാക്ക് കളറിലാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത്.
പിന്നെ ബ്ലാക്ക് ആൻഡ് വുഡൻ കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഡോറ് കാണുന്നുണ്ടല്ലോ, ഇത് ഇവിടെ നിന്നും ഫ്രണ്ടിലോട്ടുള്ള ബാൽക്കണിയാണ് കേട്ടോ. നമ്മൾ വീടിൻ്റെ എക്സ്റ്റീരിയർ കാണുന്ന സമയത്തൊരു ചെറിയൊരു ബാൽക്കണി കണ്ടില്ലേ, ഫ്രണ്ടിൽ നിന്നും നോക്കുമ്പോൾ ആ ഒരു ബാൽക്കണിയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു റെയിലിങ്ങും ഇപ്പോൾ നമ്മളകത്ത് കണ്ട ആ ഒരു ഡിസൈനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ബാക്കി പോർഷൻ വരുന്നത് ഓപ്പൺ ടെറസാണ് കേട്ടോ. ബാൽക്കണി ഒരു ചെറിയൊരു പോർഷനായിട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പുറത്തോട്ട് ഓപ്പൺ ടെറസാണ് വരുന്നത്. ഇനിയിപ്പോൾ മുകളിൽ ബെഡ്റൂമൊന്നും കാര്യമായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. 2 ബെഡ്റൂമുകൾ മുകളിൽ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ ഹാളിൻ്റെ പോർഷൻ ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട്. പിന്നെ അതാ 2 ബെഡ്റൂമുകൾ വരുന്നുണ്ട്. ഒരു ബെഡ്റൂം ഇതാ ഈ ഒരു സൈഡിലാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ കട്ടിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊന്നും ഇൻറ്റീരിയറൊന്നും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഫ്ലോറിലൊക്കെ ടൈൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ വലിയ ഡിസൈനിങ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ബാത്റൂമൊക്കെ വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടെ തന്നെയാണ് എല്ലാ ബെഡ്റൂമുകളും ചെയ്തിട്ടുള്ളത്. പിന്നെ സൈസും നമ്മൾ താഴത്ത് കണ്ട ആ ഒരു സെയിം സൈസാണ് കേട്ടോ ബെഡ്റൂമിൻ്റെ സൈസൊക്കെ വരുന്നത്. അപ്പോൾ ബാത്റൂമും കണ്ടല്ലോ. ഇനിയിപ്പോൾ ഇവിടെ വരുന്നത് ഈ ഒരു സൈഡിലാണ് കേട്ടോ ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഇതിൽ കട്ടിലൊന്നും സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ വെറുതെ ഓപ്പൺ ആയിട്ട് ഇട്ടിട്ട് ഇവർ യൂസ് ചെയ്യാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല. ഇവിടെയും ബാത്റൂമൊക്കെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ വരുന്നത്. ഹാളിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഈ ഒരു ഏരിയ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു സ്റ്റെയറും ആ ഒരു ലിവിങ്ങൊക്കെ വരുന്ന ഭാഗം കാണാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് ബാക്കിയുള്ളത് വീടിൻ്റെ കിച്ചൻ്റെ പോർഷനാണ്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ കിച്ചൺ ടൂർ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയുടെ തൊട്ട് മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ട് നോക്കുക കേട്ടോ. അതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കിച്ചൺ കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കിച്ചൺ കാണിക്കുന്നില്ല. ജസ്റ്റ് കിച്ചൻ്റെ മോഡലൊന്ന് കാണിക്കുന്നേ ഉള്ളൂ. വർക്ക് ഏരിയ ഒന്നും വരാത്ത രീതിയിൽ എല്ലാ സൗകര്യങ്ങളും ഒരു സിംഗിൾ കിച്ചണിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ള ഒരു കിച്ചനാണ് ഈ വീടിന് ഇവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതെടുത്തിട്ടൊന്ന് ജസ്റ്റ് കണ്ട് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കിച്ചൺ വീഡിയോ കിട്ടും. അപ്പോൾ വർക്ക് ഏരിയ ഒന്നും വരാത്ത രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇങ്ങനെ സെൻറ്ററിലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ട് അതിൻ്റെ അപ്പുറത്തായിട്ടാണ് ഇങ്ങനെ വർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു സ്റ്റൗവും അതുപോലെ സിങ്കൊക്കെ വരുന്ന ഏരിയ ഒരു ഭാഗത്താണ് കേട്ടോ. ഫ്രിഡ്ജൊക്കെ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ ആയിട്ടും ക്ലോസ്ഡ് ആയിട്ടൊക്കെ ഉള്ള നിറയെ സ്റ്റോറേജ് ഫെസിലിറ്റി ഈ ഒരു കിച്ചണിൽ ചെയ്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ചിക്കു ഷെയ്ഡിലാണ് കളർ തീം ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തും സ്റ്റോറേജൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു കൗണ്ടർ ടോപ്പും വരുന്നുണ്ട്. അപ്പോൾ നല്ല സൗകര്യപ്രദമായിട്ടും മനോഹരമായിട്ടും സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്